അടുത്ത നമുക്ക് ഇതിലൊരു തിയറം പരിചയപ്പെടാം. ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി. അതുപോലെ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് വെക്കുക. ദെൻ എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഞാനത് ചുരുക്കി എസ് ഇൻക്രീസിംഗ് എഴുതിയേക്കണം. ഇത് വായിക്കേണ്ടത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്നാണ് കേട്ടോ. ഞാൻ അതിനെ ചുരുക്കി എഴുതിയേക്കുന്നതാണ്. എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ഇഫ് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ എ ബി. അതായത് ഒരു ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ്, ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിളും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ ഏത് എക്സ് എടുത്താലും എഫ് ഡാഷ് എക്സ് 0നേക്കാൾ വലുതായിരിക്കണം. അപ്പോൾ അത്തരത്തിൽ എഫ് ഡാഷ് എക്സ് 0നേക്കാൾ വലുതാണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ദാറ്റ് ഇന്റർവൽ എന്ന് പറയും. ഇതേപോലെ ഒരു ഫംഗ്ഷനെ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറയണമെങ്കിൽ ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ ഏത് എക്സ് എടുത്താലും അതിൻ്റെ എഫ് ഡാഷ് എക്സിന്റെ വില 0നേക്കാൾ ചെറുതാവണം. ഓപ്പൺ ഇന്റർവൽ എ ബിയിലെ ഏത് എക്സ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഡാഷ് എക്സിന്റെ വില നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഇനി എപ്പോഴെങ്കിലും എഫ് ഡാഷ് എക്സ് 0 ആണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഫംഗ്ഷൻ ഈസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ്ങും അല്ല. ദിസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇതാണ് നമ്മുടെ തിയറം 1. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൂടി പറയണം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 7x - 3 ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് 7x - 3. ഇത് റിയൽ നമ്പേഴ്സിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കാണിച്ചാൽ മതിയെങ്കിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഡെഫിനിഷൻ ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് റിയൽ നമ്പേഴ്സിൽ ഫുള്ളായിട്ട് കാണിക്കണം. സോ നമ്മൾ ആദ്യം പഠിച്ച ഡെഫിനിഷൻ ഉപയോഗിച്ച് ചെയ്തു നോക്കാം. അതായത് ലെറ്റ് x1 < x2. x1 x2 റിയൽ നമ്പറിൽ നിന്ന് x1 x2 എന്ന് പറയുന്ന രണ്ട് റിയൽ നമ്പേഴ്സ് എടുത്തു. അതിൽ x1നേക്കാൾ വലുതാണ് x2 എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം തന്നെ x1 x2 രണ്ട് റിയൽ നമ്പറാണ്, ബിലോങ്സ് ടു ആർ. അതിൽ x1നേക്കാൾ വലുതാണ് x2 എന്ന് വിചാരിക്കുക. വിച്ച് ഇംപ്ലൈസ് x1നേക്കാൾ വലുതാണ് x2 എങ്കിൽ നമുക്ക് ചെയ്ത് 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 എഫ് ഓഫ് x1 എത്തിക്കണം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 7x - 3 ആണ്. അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ഈ രൂപത്തിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിനായിട്ട് x1 < x2 ആണെങ്കിൽ രണ്ട് സൈഡിൽ നമ്മൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം വിച്ച് ഇംപ്ലൈസ് 7x1 < 7x2. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരു ഇനീക്വാലിറ്റീനെ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനീക്വാലിറ്റിക്ക് ചേഞ്ച് ഒന്നും വരില്ല. വിച്ച് ഇംപ്ലൈസ് അടുത്ത സ്റ്റെപ്പിൽ ഈ ഇനീക്വാലിറ്റീനെ രണ്ട് സൈഡിലും ഒരു -3 ആഡ് ചെയ്യാം. അപ്പോൾ 7x1 - 3 < 7x2 - 3. അപ്പോൾ ഇങ്ങനെ ഒരു ഇനീക്വാലിറ്റിയുടെ രണ്ട് സൈഡിലും ഒരേ നമ്പർ തന്നെ ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്തോ ചെയ്ത് കഴിഞ്ഞാൽ ഇനീക്വാലിറ്റിക്ക് യാതൊരു ചേഞ്ചും വരില്ല. ഇപ്പം നോക്കിയാൽ ഈ 7x1 - 3 എന്ന് പറഞ്ഞാൽ ആരാ? 7x - 3 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ 7x1 - 3 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് x1 ആണ്. < 7x2 - 3 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് x2 ആണ്. അപ്പോൾ നമ്മൾ ചെയ്തു തുടങ്ങിയത് x1 < x2 എന്ന് ചെയ്തു തുടങ്ങി. ചെയ്ത് 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 വന്നപ്പോൾ എഫ് ഓഫ് x1 < എഫ് ഓഫ് x2 എന്ന് കിട്ടി. അപ്പോൾ ബൈ ഡെഫിനിഷൻ 1 എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ. ഡെഫിനിഷൻ 1 പ്രകാരം എഫ് റിയൽ നമ്പേഴ്സിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. നമ്മൾ പഠിച്ച തിയറം 1 വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്ന്, ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ - 3x² + 4x വേർ എക്സ് ബിലോങ്സ് ടു ആർ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ. ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റിയൽ നമ്പറിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് കാണിക്കണം.
റിയൽ നമ്പറിൽ ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് കാണിക്കണം. അപ്പോൾ സാധാരണ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ലെറ്റ് x1 ലെസ് ദാൻ x2 അങ്ങനെ പറഞ്ഞിട്ട് എടുത്ത് ചെയ്യാം. പക്ഷെ ഇത് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച തിയറം 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ് തന്നേക്കണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 4x എന്ന് തന്നേക്കണം. നമ്മൾ നേരെ എഫ് ഡാഷ് എക്സ് കാണും. എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്കൊരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ഡിക്രീസിങ് ഒക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ തിയറം 1 പറയണത് അത് അതിന്റെ ഡെറിവേറ്റീവ് കാണും, എഫ് ഡാഷ് എക്സ് കാണും. പിന്നെ എഫ് ഡാഷ് എക്സിന്റെ ബേസിസിലാണ് നമുക്ക് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണോ എന്നൊക്കെ പറയാൻ പറ്റുക. അപ്പോൾ ഇതിന്റെ എഫ് ഡാഷ് എക്സ് കാണുമ്പോൾ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x², ഇതിന്റെ -6x, ഇവിടെ +4. ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് കിട്ടുക. അപ്പോൾ ഇതിന് ഞാൻ 3x² -6x ഈ 4നെ +3 + 1 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടേമിൽ നോക്കി, ഇത്രയും വരെയുള്ള ടേമിലൊക്കെ 3 കോമൺ ആണ്. 3 ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ 3 × x² - 2x + 1 + 1 എന്ന് എഴുതാം ഈ എഫ് ഡാഷ് എക്സിന്. ഇതിലെ x² - 2x + 1 നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള സാധനമാണ്. x² - 2x + 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു x - 1 ഹോൾ സ്ക്വയർ + 1. നോക്കിയേ, ഏതൊരു സംഖ്യയുടെ സ്ക്വയർ എടുത്താലും അത് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഈ x - 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 0യോ 0നേക്കാൾ വലുതോ ആയിരിക്കും. അപ്പം ഇതിന്റെ ഏറ്റവും മിനിമം വാല്യൂ 0 ആണ്. ഒരിക്കലും നെഗറ്റീവ് വാല്യൂസ് ഇതിന് വരില്ല. ഇവിടെ 0 വന്നു നോക്കി, ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ആൻസർ എത്രയാ? 0 + 1 1. അതായത് ഇവിടെ x - 1 ഹോൾ സ്ക്വയർ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ ദിസ് വാല്യൂ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ വിച്ച് ഇംപ്ലൈസ് എഫ് ഡാഷ് എക്സ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ x belongs to R. റിയൽ നമ്പറിലെ ഏത് x എടുത്താലും ഇത് ട്രൂ ആണ്. സോ നമുക്ക് പറയാം therefore f is strictly increasing on R. അതുകൊണ്ട് f റിയൽ നമ്പേഴ്സിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് പറയാം. ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് ഫംഗ്ഷൻ f of x equal to e⁻²x is strictly increasing on R. ഈ ഫംഗ്ഷനും സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് കാണിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് കാണിക്കണമെങ്കിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്താ തന്നേക്കണേ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു e⁻²x. നമ്മൾ നേരെ എഫ് ഡാഷ് എക്സ് കാണുക. e⁻²xന്റെ ഡെറിവേറ്റീവ് e⁻²x × 2. നമുക്കറിയാം e⁻x വാല്യൂ ഒരിക്കലും നെഗറ്റീവോ 0യോ ആവില്ല. വി നോ ദാറ്റ് e⁻x ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. e⁻x വില എപ്പോഴും 0നേക്കാൾ വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ e⁻2x വാല്യൂ 0നേക്കാൾ വലുതായിരിക്കും ഫോർ എനി റിയൽ നമ്പർ x. അപ്പോൾ e⁻2x × 2 എന്ന് പറയുന്നതും എല്ലായ്പ്പോഴും 0നേക്കാൾ വലുതായിരിക്കും. അപ്പോൾ വി നോ ദാറ്റ് e⁻x ഈസ് always greater than 0. Therefore f dash x equal to 2 × e⁻²x also greater than 0 for all x belongs to R. റിയൽ നമ്പറിലുള്ള ഏത് x എടുത്താലും ഇത് ട്രൂ ആണ്. അപ്പോൾ f dash x greater than 0 എന്ന് കിട്ടി. Therefore f is strictly increasing on R. അതുകൊണ്ട് ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റിയൽ നമ്പറിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദി ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഈസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഇൻ ഓപ്പൺ ഇന്റർവൽ 0 to π. ഓപ്പൺ ഇന്റർവൽ 0 to πയിലെ ഈ ഫംഗ്ഷൻ
സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് കാണിക്കണം. അതുപോലെ ഓപ്പൺ ഇൻ്റർവൽ പൈ കോമ 2πയിൽ ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്ന് കാണിക്കണം. പിന്നെ ഓപ്പൺ ഇൻ്റർവൽ 0 to 2πയിൽ ഈ ഫംഗ്ഷൻ നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ആണെന്ന് കാണിക്കണം. നമുക്ക് ആദ്യം സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഡിക്രീസിങ് ഒക്കെ നോക്കണമെങ്കിൽ നമുക്ക് ആദ്യം f' അറിയണം. അപ്പോൾ ആദ്യം തന്നെ ഈ ഫംഗ്ഷൻ്റെ f' കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ f of x എന്ന് പറഞ്ഞാൽ cos x ആണ്. അപ്പോൾ f' മൈനസ് സൈൻ എക്സ്. നമ്മൾ എ ക്വസ്റ്റ്യനിൽ ഒന്ന് നോക്കി. എ ക്വസ്റ്റ്യനിൽ 0 to π എന്നാണ് പറഞ്ഞേക്കണേ. 0 to π എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ സെക്കൻഡും ക്വാഡ്രന്റ്. ആദ്യത്തെ രണ്ട് ക്വാഡ്രന്റിലും സൈൻ എക്സ് പോസിറ്റീവാണ്. അപ്പോൾ ഇൻ 0 to π സൈൻ എക്സ് ഈസ് പോസിറ്റീവ്. അതായത് മൈനസ് സൈൻ എക്സ് വിച്ച് ഇംപ്ലൈസ് മൈനസ് സൈൻ എക്സ് ഈസ്, സൈൻ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ്. അതായത് വിച്ച് ഇംപ്ലൈസ് f' ഈസ് ലെസ് ദാൻ 0. അപ്പോൾ നമുക്ക് പറയാം therefore f is strictly decreasing in open interval 0 to π. ഇങ്ങനെ പറയാം. ഇനി ബി ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടത് π to 2π, അതായത് തേർഡ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും. അവിടെ ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഈ π to 2π, π മുതൽ 2π വരെയുള്ള ഭാഗം എന്ന് വെച്ചാൽ തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ്. തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റിൽ സൈൻ എക്സ് നെഗറ്റീവാണ്. അപ്പോൾ ഇൻ π to 2π സൈൻ എക്സ് ഈസ് നെഗറ്റീവ്. സൈൻ എക്സ് നെഗറ്റീവാണ്. അപ്പോൾ സൈൻ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് മൈനസ് സൈൻ എക്സ്. സൈൻ എക്സ് നെഗറ്റീവാണ്. അപ്പം മൈനസ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവും നെഗറ്റീവും ചേർന്ന് പോസിറ്റീവായി. അതായത് വിച്ച് ഇംപ്ലൈസ് f' ഈസ് പോസിറ്റീവ്. f' ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0. f' ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് f ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ R. f ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ R അല്ല, നമുക്ക് പറഞ്ഞിരിക്കുന്ന ഇന്റർവെൽ ഏതാ? ഓൺ π to 2π. ഇനി സി ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 0 തൊട്ട് 2π വരെയുള്ള സ്ഥലമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൽ ഈ 0 തൊട്ട് 2π വരെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ 0 തൊട്ട് π വരെ ഫംഗ്ഷൻ ഡിക്രീസിങ്, സ്ട്രിക്ട്ലി ഡിക്രീസിങ്. π തൊട്ട് 2π വരെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് കിട്ടി. അപ്പോൾ പകുതി വരെ സ്ട്രിക്ട്ലി ഡിക്രീസിങ്, പിന്നെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇൻ ദിസ് ഇന്റർവൽ f ഈസ് നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്. അപ്പോൾ ഫ്രം 0 to π വരെ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്, സ്ട്രിക്ട്ലി ഡിക്രീസിങ് എന്ന് നമുക്ക് കിട്ടി. അതുപോലെ π തൊട്ട് 2π വരെ ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്നും കിട്ടി. അപ്പോൾ കുറച്ച് വരെ സ്ട്രിക്ട്ലി ഡിക്രീസിങ്, പിന്നെ ഇൻക്രീസിങ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇൻ 0 to 2π f ഈസ് നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്. f ഈസ് നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്. നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്. നോർ ഡിക്രീസിങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമുക്ക് എക്സാമിനൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ പഠിച്ച തിയറം 1ൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ തിയറം 1 അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഐഡിയ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദി ഫംഗ്ഷൻ f of x ഈക്വൽ ടു x² മൈനസ് 4x പ്ലസ് 6 ഈസ് എ ക്വസ്റ്റ്യൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, ബി ക്വസ്റ്റ്യൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. നമുക്ക് f of x എന്ന് പറഞ്ഞ ഇത്തരത്തിലൊരു ഫംഗ്ഷൻ തന്നേക്കണം. ഇത് ഏതൊക്കെ ഇൻ്റർവെല്ലിലാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവുക, എവിടെയാണ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആവുക എന്ന് ചോദിച്ചേക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഏത് ഇൻ്റർവെല്ലിലാണ് ഡിക്രീസിങ്, എവിടെയാണ് ഇൻക്രീസിങ് എന്ന് ചോദിക്കുമ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്കൊരു കോമൺ ആയിട്ടുള്ളൊരു രീതിയുണ്ട്.
ഒരു ഓർഡർ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം തന്നെ നമുക്ക് തന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, എഫ് ഡാഷ് എക്സ് എടുക്കുക. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ഡിക്രീസിങ് ആവുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ്, എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. അതാണ് കൺസെപ്റ്റ്. നമ്മൾ ആദ്യം എഫ് ഡാഷ് എക്സ് എടുക്കുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 4xൻ്റെ ഡെറിവേറ്റീവ് 4. ഇതാണ് എഫ് ഡാഷ് എക്സ് വരും. അപ്പോൾ ഈ കിടക്കുന്ന ആൾ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, ലെസ് ദാൻ 0 ആണെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അപ്പോൾ നമ്മുടെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. നമ്മൾ എഫ് ഡാഷ് എക്സ് 0 ആണെന്ന് സങ്കല്പിക്കുക. വിച്ച് ഇംപ്ലൈസ് 2x മൈനസ് 4 ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് 2x ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 4/2, x ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ 2x മൈനസ് 4 എഫ് ഡാഷ് എക്സ് 0 ആണെന്ന് കണക്കാക്കുമ്പോൾ നമുക്ക് എക്സിനൊരു വില കിട്ടി. ഈ കിട്ടിയ വാല്യൂ വെച്ച് നമ്മൾ നമ്മുടെ ഡൊമൈനെ സ്പ്ലിറ്റ് ചെയ്യും. നമ്മുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫുൾ റിയൽ നമ്പറാണ്. നമ്മളൊരു ജസ്റ്റ് നമ്പർ ലൈൻ പോലെ വരച്ചാൽ ഇത് മൈനസ് ഇൻഫിനിറ്റി, ഇത് ഇൻഫിനിറ്റി. മൈനസ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതിനല്ല നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുക. ഇതാണ് നമ്മുടെ ഡൊമൈൻ. ഈ ഡൊമൈനെ എക്സ് ഈക്വൽ ടു 2 ആ ഒരു പോയിന്റ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ആദ്യത്തെ ഇൻ്റർവെല്, ഇത് അടുത്ത ഇൻ്റർവെൽ. ഈ ഇൻ്റർവെൽ ഏതാ? മൈനസ് ഇൻഫിനിറ്റി ടു 2 ഓപ്പൺ ഇൻ്റർവെൽ. ഈ ഇൻ്റർവെല് 2 ടു ഇൻഫിനിറ്റി. ഇപ്പം നമ്മൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർവെല്ലിൽ ഫുള്ള് എഫ് ഡാഷ് എക്സിന് ഒരേ ചിഹ്നമായിരിക്കും. അതുപോലെ ഈ ഇൻ്റർവെല്ലിൽ ഫുള്ള് എഫ് ഡാഷ് എക്സിന് ഒരേ ചിഹ്നമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു എക്സ് എടുക്കുക, ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു എക്സ് എടുക്കുക. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ളതെന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 2 വരെയുള്ളതാണ് ഈ ഇൻ്റർവെല്ല്. അപ്പോൾ ഇതിൽ 0 പെടും. 0 ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് ഏറ്റവും സുഖം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള 0 എടുക്കുക, എക്സ് ഈക്വൽ ടു 0. ഇതിൻ്റെ ഉള്ളിലുള്ളൊരു വാല്യൂ ആണ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ എഫ് ഡാഷ് എക്സിൻ്റെ ചിഹ്നം എന്താണെന്ന് നോക്കുക. അറ്റ് എക്സ് ഈക്വൽ ടു 0ൽ എഫ് ഡാഷ് എക്സിൻ്റെ ചിഹ്നം എന്താണെന്ന് നോക്കുക. അതായത് എഫ് ഡാഷ് 0 കണ്ടുപിടിക്കുക. നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ 2x മൈനസ് 4 ആണ്. അപ്പോൾ എഫ് ഡാഷ് 0 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 0 മൈനസ് 4 ഈക്വൽ ടു -4. അതായത് നെഗറ്റീവ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലുള്ള ഏത് എക്സ് എടുത്താലും എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് എക്സ് വേണമെങ്കിലും എടുത്ത് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഏത് എക്സ് എടുത്താലും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി നമ്മളൊരു സാമ്പിൾ എടുത്താൽ മതി. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. ഇവിടെയുള്ള എല്ലാ എക്സിനും കോമൺ ടെൻഡൻസി ആയിരിക്കും എഫ് ഡാഷ് എക്സിൻ്റെ ചിഹ്നത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പമുള്ളൊരു സാമ്പിൾ എടുത്ത് അതിൻ്റെ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നെഗറ്റീവ് എന്ന് കിട്ടി. ദെയർഫോർ നമുക്ക് പറയാം ഈ ഇൻ്റർവെല്ലിൽ എഫ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. ഇതുപോലെ അടുത്ത ഇൻ്റർവെൽ എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈസി ആയിട്ടുള്ളൊരു വാല്യൂ, ഇപ്പോൾ 2 ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ കിടക്കുന്ന ചെറിയൊരു വാല്യൂ പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ നേരെ നമ്മൾ എഫ് ഡാഷ് 3 ആണ്. ഇവിടെ എഫ് ഡാഷ് എക്സ് പറഞ്ഞാൽ 2x മൈനസ് 4 ആണ്. അപ്പോൾ എഫ് ഡാഷ് 3 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 3 -4. അപ്പോൾ 6 മൈനസ് 4 2. നമുക്കിത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞാൽ മതി. പോസിറ്റീവാണ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിലെ ഏത് വാല്യൂ എടുത്താലും എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആയിരിക്കും. ദെയർഫോർ എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാം. ക്വസ്റ്റ്യനിൽ ചോദിച്ചത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽ ഏതാണെന്നാണ്. അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെല്ല് ഓപ്പൺ ഇൻ്റർവെൽ 2 ടു ഇൻഫിനിറ്റി, 2 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഭാഗത്താണ് ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവും. ബി ക്വസ്റ്റ്യൻ ഡിക്രീസിങ് ആയിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ -∞ തൊട്ട് 2 വരെ. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ആ ഒരു ഇൻക്രീസിങ് ഡിക്രീസിങ് ടെൻഡൻസി മാത്രം കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ നോക്കിയേ, ഇതിവിടെ ഇതാണ് നമ്മുടെ എക്സ് ഈക്വൽ ടു 2 എന്ന് വെക്കുക. അപ്പോൾ 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ -∞ തൊട്ട് 2 വരെ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്ത് വരും. അത് കഴിഞ്ഞ് 2ൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് പോകും. ഇങ്ങനെയാണ് ആ ഫംഗ്ഷൻ്റെ ഏകദേശം ഒരു രൂപമായിരിക്കുക.
ഇപ്പോൾ ഇത് താഴ്ത്തോടെ ആയിരിക്കും കേട്ടോ വരിക. ഞാൻ ജസ്റ്റ് ആ ഇൻക്രീസിങ് ഡിക്രീസിങ് കാണിക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആയിട്ടുള്ള ഇൻ്റർവെല്ലുകൾ കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദി ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x³ മൈനസ് 6x² മൈനസ് 72x പ്ലസ് 30 ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അതുപോലെ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഇവിടെ ഒരു എഫ് ഓഫ് എക്സ് ആയിട്ടൊരു 3rd ഡിഗ്രി പോളിനോമിയൽ തന്നേക്കണു. ഇത് സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങും ഇൻക്രീസിങ്ങും ആയിട്ടുള്ള ഇൻ്റർവെല്ലുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ എഫ് ഓഫ് എക്സ് എടുത്തെഴുതി. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4x³ മൈനസ് 6x² മൈനസ് 72x പ്ലസ് 30. നേരെ നമ്മൾ എഫ് ഡാഷ് എക്സ് കാണും. അപ്പോൾ 4 കോൺസ്റ്റൻ്റ് x³ ഡെറിവേറ്റീവ് 3x². അപ്പോൾ 4 × 3x² എന്ന് പറഞ്ഞാൽ 12x². 6 കോൺസ്റ്റൻ്റ് x² ഡെറിവേറ്റീവ് 2x. അപ്പോൾ 6 × 2x 12x. ഇവിടെ 72. ഇതിൽ നിന്ന് 12 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 12 × x² മൈനസ് എക്സ് മൈനസ് 6 എന്ന് കിട്ടി. ഇങ്ങനെ എടുത്ത് എഴുതാൻ പറ്റി. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ഈ x² മൈനസ് എക്സ് മൈനസ് 6നെ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമോ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യോ അങ്ങനെ ഏതെങ്കിലും ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് ഇതിനെ 2 ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രൊഡക്റ്റായിട്ട് എഴുതുക. ഈ തന്നിരിക്കുന്ന പോളിനോമിയലിനെ 2 ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രൊഡക്റ്റായിട്ട് എഴുതുക. അപ്പോൾ ഇതിലെ മിഡിൽ ടേമിനെ ഈ കിടക്കുന്ന മൈനസ് എക്സിനെ നമുക്ക് മൈനസ് 3x പ്ലസ് 2x എന്ന് എഴുതി. ഈ കിടക്കുന്ന മൈനസ് എക്സിനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറഞ്ഞ ഐഡിയ ഉപയോഗിച്ചിട്ട് മൈനസ് എക്സിനെ മൈനസ് 3x പ്ലസ് 2x എന്ന് എഴുതി. ഇത് ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എളുപ്പവഴി പറയണു എന്ന് മാത്രം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ 2 ടേമിലും കോമൺ ആയിട്ട് എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 3. ഈ 2 ടേമിലും കോമൺ ആയിട്ട് 2 ഉണ്ട്. 2 ഔട്ട് സൈഡ് എടുക്കുക. ദെൻ നമുക്ക് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 12 ഇൻറ്റു ഈ 2 ടേമിലും എക്സ് മൈനസ് 3 കോമൺ അല്ലേ. അപ്പോൾ 12 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 പുറത്തേക്ക് എടുത്തു. ഇവിടുന്ന് 2 ഓടത്തുനിന്ന് എക്സ് മൈനസ് 3 പുറത്തേക്ക് എടുത്താൽ ഇവിടെ ബാക്കി ഒരു എക്സ് ഇവിടെ പ്ലസ് 2. അപ്പോൾ നമുക്കിവിടെ എക്സ് പ്ലസ് 2 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ എഫ് ഡാഷ് എക്സ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ലെറ്റ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. ഈ കിട്ടിയ എഫ് ഡാഷ് എക്സ് 0 ആണെന്ന് വിചാരിക്കുക. ഈ എഫ് ഡാഷ് എക്സിനെ ഇങ്ങനെ ഏറ്റവും മാക്സിമം സിംപ്ലിഫൈ ചെയ്തു. അത് കഴിഞ്ഞ് ഈ എഫ് ഡാഷ് എക്സ് 0 ആണെന്ന് വിചാരിക്കുക. ഇതെപ്പോഴാണ് 0 ആവുക? 12 ഇൻറ്റു എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2. ഒരു പ്രൊഡക്റ്റ് 0 ആവണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആരെങ്കിലും ഒരാൾ 0 ആവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എക്സ് മൈനസ് 3 0 ആവണം, അല്ലെങ്കിൽ എക്സ് പ്ലസ് 2 0 ആവണം. ഇതിൽ എക്സ് മൈനസ് 3 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 3 എന്നർത്ഥം. എക്സ് പ്ലസ് 2 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു -2 എന്നർത്ഥം. അപ്പോൾ ഈ എഫ് ഓഫ് എക്സിൻ്റെ എഫ് ഡാഷ് എക്സ് 0 ആവുക എക്സിന് 3ഉം -2ഉം കൊടുക്കുമ്പോഴാണ്. ഈ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ ഇവിടുത്തെ ഡൊമൈനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഡൊമൈനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ റിയൽ നമ്പേഴ്സാണ്. ഇത് -∞, ഇത് ഇൻഫിനിറ്റി. ഇതിനെ ഈ പോയിന്റുകൾ വെച്ച് മുറിക്കുക. അപ്പോൾ -2 ഇവിടെ വരും, 3 ഏകദേശം ഇവിടെ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് ഇൻ്റർവെൽ, ഇത് അടുത്ത ഇൻ്റർവെൽ, ഇത് അടുത്ത ഇൻ്റർവെൽ, അങ്ങനെ 3 ഇൻ്റർവെൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ആദ്യത്തെ -∞ ടു -2, അടുത്തത് -2 ടു 3, അടുത്തത് 3 ടു ഇൻഫിനിറ്റി.
ഇങ്ങനെ 3 ഇൻ്റർവെൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലുള്ളൊരു വാല്യൂ എടുക്കുക. അതായത് ഇപ്പോൾ എക്സ് ഈക്വൽ ടു -3 എടുത്തു എന്ന് വിചാരിക്കും. ഈ -3 ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക, നമ്മുടെ f'(x)ൽ കൊടുക്കുക. അപ്പോൾ f'(x)ൽ കൊടുക്കുമ്പോൾ 12 × x - 3 × x + 2. നമുക്കിതിൻ്റെ ചിഹ്നം മാത്രം അറിഞ്ഞാൽ മതി, ഇതിൻ്റെ വാല്യൂ ഒന്നും നമുക്ക് അറിയണ്ട. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് -3 കൊടുത്തു കഴിഞ്ഞാൽ, അതായത് f'(-3) കണ്ടു കഴിഞ്ഞാൽ 12 × 12 അങ്ങനെ തന്നെ കിടക്കണം. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് -3 കൊടുത്താൽ -3 - 3 -6 എന്ന് വരും. ഇൻറ്റു ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് -3 കൊടുത്താൽ -3 + 2 -1 എന്ന് വരും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നോക്കിയേ, 2 മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ്. അപ്പോൾ നമുക്ക് പറയാം ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്, കാരണം f'(x) പോസിറ്റീവ് എന്നാണ് കിട്ടുന്നത്. സോ ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഇതുപോലെ അടുത്ത ഇൻ്റർവെല്ലിൽ എടുക്കുക, -2 to 3. ഇതിൻ്റെ ഉള്ളിലുള്ളൊരു വാല്യൂ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും എളുപ്പം 0 കൊടുക്കലാണ്. അപ്പോൾ x = 0 കൊടുത്തു കഴിഞ്ഞാൽ f'(0)യുടെ ചിഹ്നം എന്താണെന്ന് നോക്കാം. 12 അങ്ങനെ തന്നെ എഴുതി, ഇൻറ്റു ഇവിടെ x = 0 കൊടുത്തു കഴിഞ്ഞാൽ -3, അപ്പുറത്ത് 2. അപ്പോൾ നോക്കിയേ, ഒരെണ്ണം നെഗറ്റീവ്, ബാക്കിയൊക്കെ പോസിറ്റീവ്. അപ്പോൾ f'(0) എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് പറയാം ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. ഇനി അടുത്ത ഇൻ്റർവെല്ല്, ഇതിൻ്റെ ഉള്ളിലുള്ളൊരു വാല്യൂ എടുക്കുക. അപ്പോൾ നമുക്ക് x = 4 കൊടുക്കാം. അപ്പോൾ നമ്മുടെ f'(4) കാണുക. ഇതാണ് f'(x). ഇതിൽ f'(4) കാണുമ്പോൾ 12 അങ്ങനെ തന്നെ എഴുതി, ഇൻറ്റു ഇതിൽ എക്സ് കാണുന്നിടത്ത് 4 ഇട്ടു എന്ന് വയ്ക്കുക. 4 - 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. ഇൻറ്റു ഇതിൽ എക്സ് കാണുന്നിടത്ത് 4 കൊടുത്താൽ 6 ആണ്. അപ്പോൾ എല്ലാം പോസിറ്റീവ്, അപ്പോൾ ഈ പ്രൊഡക്റ്റും പോസിറ്റീവ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. പിന്നെ നമുക്ക് എല്ലാ ഇൻ്റർവെല്ലൊക്കെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഉത്തരങ്ങൾ എടുത്തെഴുതാം. ക്വസ്റ്റ്യനിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെല്ലുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെല്ലുകൾ ഒരെണ്ണം -∞ to -2 ആൻഡ് 3 to ∞. ഈ 2 ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അതേപോലെ ഡിക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ഇൻ്റർവെൽ -2 to 3. ഇവിടെയാണ് ഈ ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുക. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് പോവുക ഏകദേശം -2 വരെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് -2 തൊട്ട് 3 വരെ ഡിക്രീസ് ചെയ്യും. അത് കഴിഞ്ഞ് 3 to ∞ എഗെയിൻ ഇൻക്രീസ് ചെയ്താണ് പോവുക. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ഏകദേശം ഗ്രാഫിൻ്റെ ഒരു ഷേപ്പ്. നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ഇൻ്റർവെല്ലുകൾ മാത്രം അറിഞ്ഞാൽ മതിയാവും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഫൈൻഡ് ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദി ഫംഗ്ഷൻ ഗിവൺ ബൈ f(x) = sin 3x where x belongs to closed interval 0 to π/2 is increasing and decreasing. അപ്പോൾ നമുക്ക് f(x) = sin 3x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നേക്കണം. നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ f(x) = sin 3x. കൂടാതെ ഈ ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തേക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. റിയൽ നമ്പർ അല്ല, അവർ ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π/2 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π/2. ഈ പറഞ്ഞിരിക്കുന്ന ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ, ഇതാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ. ഈ ഡൊമെയിനിൽ എവിടെ തൊട്ട് എവിടെ വരെയാണ് ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവുക, എവിടെയാണ് ഡിക്രീസിങ് ആവുക എന്നറിയാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടി ആദ്യം തന്നെ f'(x) കണ്ടു. f'(x) എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന f(x)ൻ്റെ ഡെറിവേറ്റീവ്, sin 3x-ൻ്റെ ഡെറിവേറ്റീവ്, sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x ആ. അപ്പോൾ sin 3x-ൻ്റെ ഡെറിവേറ്റീവ് cos 3x, ഇനി ഇവിടെ ഇൻറ്റു 3x-ൻ്റെ ഡെറിവേറ്റീവ് 3. അടുത്ത സ്റ്റെപ്പിൽ ലെറ്റ് f'(x) = 0. നമ്മുടെ സ്ഥിര സ്റ്റെപ്പ് തന്നെയാണ്. f'(x) 0 ആണെന്ന് വിചാരിക്കും. അതായത് cos 3x × 3 = 0 എന്ന് വിചാരിക്കുക. നമ്മൾ ഈ × 3നെ അപ്പുറത്തേക്ക് കൊടുക്കുക.
അപ്പോൾ കോസ് 3x ഈക്വൽ ടു 0/3 ഇൻറ്റു 3 അപ്പുറത്തേക്ക് പോയാൽ ബൈ 3 ആയി. അപ്പോൾ 0/3 അതായത് 0 എന്ന് കിട്ടും. നമുക്ക് കോസ് 3x ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് കോസ് 3x ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ആരാണ്? കോസിന് ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ് സാധാരണ 0 ഉത്തരമായിട്ട് കിട്ടുക? അപ്പോൾ കോസ് 90 അല്ലെങ്കിൽ കോസ് 270 ആണ് 0 ആവുക. കോസ് 3x ഈക്വൽ ടു 0 ആവണമെങ്കിൽ ഈ 3x എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 90 ഡിഗ്രി ആവണം, അതായത് π/2 ആവണം, അല്ലെങ്കിൽ 3π/2 ആവണം. അപ്പം നമുക്ക് ആദ്യം തന്നെ therefore 3x ഈക്വൽ ടു either π/2 or 3π/2 എന്ന് വിചാരിക്കാം. പിന്നെ അതിനേക്കാൾ വലിയ വാല്യൂസ് ആണ് വരിക. അപ്പോൾ ഇങ്ങനെ ഇതിൽ 3x ഈക്വൽ ടു π/2 ആണെങ്കിൽ x ഈക്വൽ ടു ഈ 3 അപ്പുറത്തേക്ക് പോയി. ഇപ്പം ഇവിടെ ഇൻറ്റു 3 ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഡിനോമിനേറ്ററിലേക്കാണ് വരിക. സോ x ഈക്വൽ ടു π/6. അപ്പോൾ x π/6 എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ x ഈക്വൽ ടു ഈ 3യും 3യും ക്യാൻസൽ ചെയ്ത് പോയി π/2 എന്നാണ് കിട്ടുക. അപ്പോൾ ഇതിൽ x ഈക്വൽ ടു π/6 എന്ന് പറയുന്നത് നമ്മുടെ 0 to π/2ൻ്റെ ഉള്ളിലുള്ളൊരു വാല്യൂ ആണ്. π/2 പറഞ്ഞാൽ ഇതിൻ്റെ എൻഡ് പോയിന്റ് ആണ്. സോ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിവിടെ x ഈക്വൽ ടു π/6 ഇത് മാത്രം എടുത്താൽ മതിയാവും. ഇനി നമ്മൾ നമ്മുടെ ഡൊമെയിൻ ഒന്ന് വരച്ചു നോക്കുക. നമ്മൾ സാധാരണ റിയൽ നമ്പറാണ് ഇവിടെ മാർക്ക് ചെയ്യാറ്, -∞ ടു ഇൻഫിനിറ്റി. കാരണം ഇതിന് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ പോളിനോമിയൽ ഫങ്ഷൻസും അതിൻ്റെ ഡൊമെയിൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടും ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ ഡൊമെയിൻ റിയൽ നമ്പർ എന്നാണ് കൺസിഡർ ചെയ്യാറ്. ഇവിടെ പക്ഷേ ഡൊമെയിൻ സ്പെസിഫിക് ആയിട്ട് തന്നേക്കും. നമ്മൾ ഈ അറ്റത്ത് 0യും ഇവിടെ π/2 മാർക്ക് ചെയ്തു. ഇനി ഇതിൽ π/6 ഇവിടെയാണ് π/6 വരിക. ഇത് വെച്ച് 2 ഇൻ്റർവെല്ലാക്കി സ്പ്ലിറ്റ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഇൻ്റർവെൽസ് ഇൻ വിച്ച് ദി ഫംഗ്ഷൻ given by f of x equal to sin 3x where x belongs to closed interval 0 to π/2 is increasing and decreasing. നമുക്ക് വേണ്ടത് ഈ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻ്റർവെല്ലിൽ എവിടെ മുതൽ എവിടെ വരെയാണ് ഇൻക്രീസിങ് ആവുക, എവിടെ മുതൽ എവിടെ വരെയാണ് ഡിക്രീസിങ് ആവുക, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങോ സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങോ മാത്രം പോരാ, നമുക്ക് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആയിട്ടുള്ള ഇൻ്റർവെല്ലാണ് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ സ്ട്രിക്ട്ലിയുടെ പ്രോബ്ലം ചെയ്യുന്ന പോലെ ചെയ്തു തുടങ്ങും. അതായത് ക്വസ്റ്റ്യൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആണെന്ന് വിചാരിച്ച് അതുപോലെ ചെയ്തു തുടങ്ങും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന f of x ആദ്യം എടുത്ത് എഴുതി. f of x ഈക്വൽ ടു sin 3x എന്നാണ് തന്നേക്കുന്നത്. ഡൊമെയിൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to π/2 എന്ന് റെസ്ട്രിക്റ്റ് ചെയ്തേക്കും. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യണ പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് തന്നിരിക്കുന്ന f of xൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ നോക്കിയേ f' x ഈക്വൽ ടു sin 3xൻ്റെ ഡെറിവേറ്റീവ് cos 3x ഇൻറ്റു 3. അപ്പോൾ f' x എന്ന് പറഞ്ഞാൽ 3 ഫ്രണ്ടിലേക്ക് എഴുതുകയാണെങ്കിൽ 3 cos 3x എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഒന്ന് ഭംഗിയാക്കി എഴുതാം 3 cos 3x. ഇതാണ് നമ്മുടെ f'. അടുത്ത സ്റ്റെപ്പിലെ സ്ഥിരം പരിപാടി ലെറ്റ് f' ഈക്വൽ ടു 0. അപ്പോൾ ഈ f' 0 ആണെന്ന് വിചാരിക്കുക. അതായത് cos 3x ഇൻറ്റു 3 ഈക്വൽ ടു 0. ഇൻറ്റു 3നെ റൈറ്റ് സൈഡിലേക്ക് കൊടുത്തു. അപ്പോൾ ഇൻറ്റു 3 വലത്തോട്ട് പോകുമ്പോൾ ബൈ 3 ആയി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ cos 3x ഈക്വൽ ടു 0/3 എന്ന് വരും. 0/3 എന്ന് പറഞ്ഞാൽ 0 തന്നെ. അപ്പോൾ cos 3x ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നിങ്ങൾ ആലോചിക്കുക, എപ്പോഴാണ് കോസ് ഓഫ് ഒരു ടേം 0 ആവുക? കോസിന് ഏത് ആംഗിൾ വരുമ്പോഴാണ് 0 കിട്ടുക? നമുക്കറിയാം കോസ് 90 ആണ് 0 വരും. അപ്പോൾ ഈ 3xൻ്റെ സ്ഥാനത്ത് 90 അഥവാ π/2 റേഡിയൻ വരുമ്പോഴാണ് ആൻസർ 0 കിട്ടുക. അപ്പോൾ നമ്മൾ therefore 3x ഈക്വൽ ടു π/2 എന്ന് കൊടുത്തു. 3x π/2 ആണെങ്കിൽ x ഈക്വൽ ടു ഈ 3നെ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഇൻറ്റു 3 ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ അത് ബൈ 3 ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിനോമിനേറ്ററിലേക്കാണ് ഈ 3 പോവാന്ന് അർത്ഥം. അപ്പോൾ x ഈക്വൽ ടു π/6 എന്ന് എഴുതാം. അപ്പോൾ
ഇവിടെ എഫ് ഡാഷ് എക്സ് 0 ആവുന്നത് π/6 വെച്ചാണെന്ന് കിട്ടി. ഇനി നമ്മൾ നമ്മുടെ ഡൊമൈനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ 0 തൊട്ട് π/2 വരെയാണ്. അപ്പോൾ ഈ അറ്റത്ത് 0, ഇവിടെ π/2 കിട്ടും. ഈ 0 തൊട്ട് π/2 വരെയുള്ള നമ്മുടെ ഡൊമൈനെ ഈ π/6 വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 2 ഇൻ്റർവെൽസ് കിട്ടി. ഒരെണ്ണം 0 to π/6, അടുത്തത് π/6 to π/2. നമുക്ക് ഈ 2 ഇൻ്റർവെല്ലുകൾ കിട്ടി. ഇതിൽ 0 നമ്മുടെ ഡൊമൈനിൽ 0യുടെ അവിടെ ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. സോ നമ്മൾ എഴുതുമ്പോൾ ക്ലോസ്ഡ് 0 to ഓപ്പൺ π/6 കൊടുത്തു. ഇവിടെ ഓപ്പൺ π/6 to ക്ലോസ്ഡ് π/2 എന്ന് കിട്ടും. പക്ഷേ ഇതിലൊരു കുഴപ്പമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ π/2ൽ π/2 എക്സിൻ്റെ സ്ഥാനത്ത് π/2 കൊടുക്കുമ്പോൾ എഫ് ഡാഷ് എക്സ് നമുക്ക് 3 cos 3π/2, അതായത് 3 × 0 0 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ഇൻ്റർവെല്ലിൽ എഴുതുമ്പോൾ നമുക്കിത് ഓപ്പൺ ഇൻ്റർവെല്ലാക്കി ഇട്ടാൽ മതി. ഇങ്ങനെയാണ് നമ്മുടെ ഇൻ്റർവെൽസ് വരിക. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു വാല്യൂ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ പറഞ്ഞാൽ x = 0. അപ്പോൾ എഫ് ഡാഷ് എക്സിലെ എക്സ് കാണുന്നിടത്ത് 0 കൊടുക്കുക, അതായത് എഫ് ഡാഷ് 0 കണ്ടുപിടിക്കുക. അപ്പോൾ 3 × cos 3 × 0, അപ്പോൾ 3 cos 0, cos 0 പറഞ്ഞാൽ 1, 3 × 1 3. അപ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ്. അതായത് ക്ലോസ്ഡ് 0 തൊട്ട് ഓപ്പൺ π/6 വരെയുള്ള വാല്യൂസിലൊക്കെ എഫ് ഡാഷ് എക്സ് പോസിറ്റീവാണ്. അതിൻ്റെ അർത്ഥം ഈ ഇൻ്റർവെല്ലിൽ ഫങ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അപ്പോൾ എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ക്ലോസ്ഡ് 0 ടു ഓപ്പൺ π/6. അത് നമുക്ക് സെറ്റ്. അടുത്ത ഈ ഇൻ്റർവെല്ല് നോക്കി ഇതിൻ്റെ ഉള്ളിലുള്ളൊരു വാല്യൂ എടുക്കുക. അപ്പോൾ ഇവിടെ ഓപ്പൺ ഇൻ്റർവെല്ലാണ് 2 സൈഡിലും. സോ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു വാല്യൂ എടുക്കുക. അപ്പോൾ നമുക്ക് ഇത് 30 ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ 30ക്കും 90ക്കും ഇടയിലുള്ള ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ആംഗിൾ 60 ഡിഗ്രി അഥവാ π/3 റേഡിയൻ എടുത്തു. x = π/3 എടുത്തു. ദെൻ എഫ് ഡാഷ് π/3 കണ്ടു. അപ്പോൾ 3 cos 3 × π/3, 3യും 3യും വെട്ടിക്കളയുക, 3 cos π, 3 × cos π, cos πയുടെ വാല്യൂ -1, അതായത് 3 × -1 -3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ എഫ് ഡാഷ് എക്സ് നെഗറ്റീവാണ് എന്ന് വെച്ചാൽ ഈ ഇൻ്റർവെല്ലിൽ ഫങ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് അർത്ഥം. അപ്പോൾ ഈ 2 ഇൻ്റർവെല്ലുകളിലാണ് ഫങ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആവണം. ഇതിലാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, ഇവിടെയാണ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആയിട്ടുള്ളത് എവിടെയാണെന്നാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെയുള്ള ഈ 0യിൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്. നമുക്ക് ഡിഫൈൻ ചെയ്തേക്കുന്നത് നമ്മുടെ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. സോ ഇതെല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. 0യിൽ കണ്ടിന്യൂസാണ്, π/6 അതെ, π/2 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഫ് ഈസ് ഇൻക്രീസിങ് ഓൺ എഫ് ഇൻക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെല്ല് ക്ലോസ്ഡ് 0 ടു π/6 എന്ന് എഴുതാം. കാരണം ഇവിടെയൊക്കെ 0 തൊട്ട് π/6 വരെയുള്ള ഭാഗത്ത് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഇത്രയും ഭാഗത്ത് ഫങ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കും. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവണത് π/6 മുമ്പ് വരെ. π/6 പെടില്ല, കാരണം π/6 എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. നമ്മൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവണം. വെറുതെ ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയാൽ മതി. അതായത് ഈ π/6 നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഇൻ്റർവെല്ലിലാണ് ഫങ്ഷൻ ഇൻക്രീസിങ് ആവുക. ഇതുപോലെ ബി ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് ഇവിടെ എഫ് π/6 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഡാഷ് എക്സ് 0 എന്ന് കിട്ടും. π/2 കൊടുത്താലും എഫ് ഡാഷ് എക്സ് 0 എന്നാണ് കിട്ടുക. സോ ഇതിൻ്റെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് ഫങ്ഷൻ ഈ ഡിക്രീസിങ് ആവുക. ഈ ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഫങ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അപ്പോൾ ഇതിൻ്റെ ക്ലോസ്ഡ് ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫങ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങും സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങും ആയിട്ടുള്ള ഇൻ്റർവെല്ലുകൾ കാണുക, അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് നോക്കുക, അവിടെ ഫങ്ഷൻ ഡിഫൈൻഡ് അല്ലേ എന്ന് നോക്കുക. അതിനുശേഷം അവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ ആക്കി കഴിഞ്ഞാൽ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആയിട്ടുള്ള ഇൻ്റർവെല്ല് നമുക്ക് കാണാനായിട്ട് പറ്റും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഇൻ്റർവെൽസ് ഇൻ വിച്ച് ഫങ്ഷൻ ഗിവൺ ബൈ f of x equal to sin x plus cos x.
where 0 less than or equal to x less than or equal to 2 pi is strictly increasing or strictly decreasing. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നേക്കണം. അതിൽ അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡൊമെയിൻ തന്നിട്ടുണ്ട്. ഇവരിവിടെ തന്നേക്കുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to 2 പൈ എന്ന് അർത്ഥം. 0 to 2 പൈ എന്ന് പറഞ്ഞാൽ 4 ക്വാഡ്രൻറ്റും ഉണ്ടാകും. 4 ക്വാഡ്രൻറ്റും ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് 4 ക്വാഡ്രൻറ്റും പെട്ടിട്ടുണ്ട്. സോ ഇതിൽ ഏത് വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 ഉത്തരങ്ങൾ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു 1/2 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ആൻസർ ഉണ്ടാവും. ഇതുപോലെ സൈൻ എക്സ് ഈക്വൽ ടു 1/2 ആണെങ്കിൽ അതിലും എക്സിന് 2 ആൻസേഴ്സ് ഉണ്ടാവും, 4 ക്വാഡ്രൻറ്റും പെടുന്നത് കാരണം. അപ്പോൾ ഇവിടെയാണിത് ഡിഫൈൻ ചെയ്തേക്കണമെന്ന് ഓർക്കുക. നമ്മുടെ സ്ഥിരം പരിപാടിയിലേക്ക് തുടങ്ങി. ഫസ്റ്റ് സ്റ്റെപ്പ് എഫ് ഡാഷ് എക്സ് കാണുക. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ദെൻ അടുത്ത സ്റ്റെപ്പ് ലെറ്റ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. എഫ് ഡാഷ് എക്സ് 0 എന്ന് കൊടുക്കുക. ഇപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സൈൻ എക്സിന് അപ്പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് എഴുതാം. ദെൻ ഈ കോസ് എക്സിനെ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയാം. അതായത് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ടാൻ എക്സ് ഈക്വൽ ടു 1. എക്സിന് ഏതൊക്കെ ആൻസർ കൊടുക്കുമ്പോഴാണ് ടാൻ എക്സ് 1 ആവുക? അപ്പോൾ അതറിയാനുള്ള ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ ടാൻ 45 1 ആണ് നമുക്കറിയാം. അതായത് ടാൻ π/4 1 ആണ്. അപ്പോൾ എക്സിൻ്റെ ഒരു ഉത്തരം π/4 ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ 0 തൊട്ട് 2 പൈ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ക്വാഡ്രൻറ്റും പെടും. അപ്പോൾ അതിൽ ടാൻ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഉത്തരങ്ങൾ ഉണ്ടാവും. ഒരു ഉത്തരം എക്സ് ഈക്വൽ ടു π/4 ആണ്. അടുത്ത ഉത്തരം ആരാന്ന് അറിയാനായിട്ടേ ഇപ്പോൾ ടാൻ എക്സ് ഈക്വൽ ടു 1 എന്നല്ലേ കിടക്കണേ. അപ്പോൾ ഏതൊക്കെ ക്വാഡ്രൻറ്റിലാണ് ടാൻ പോസിറ്റീവ് ആവുമെന്ന് ആലോചിക്കുക. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ടാൻ പോസിറ്റീവാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഉത്തരമാണ് π/4. ഇനി ടാൻ എവിടെയാണ് പോസിറ്റീവ് നോക്കുക. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാൻ പോസിറ്റീവാണ്. അപ്പോൾ ഈ π/4ന് കറസ്പോണ്ടിങ് ആയിട്ട് തേർഡ് ക്വാഡ്രൻറ്റിലുള്ള ആംഗിൾ കണ്ടാൽ അതിൻ്റെ ടാൻ എക്സ് എടുത്താലും 1 കിട്ടും. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിലെ π/4ൻ്റെ ഡൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. തേർഡ് ക്വാഡ്രൻറ്റിലെ π/4ൻ്റെ ഡൂപ്പ് പൈ പ്ലസ് π/4 ആണ്. അതായത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ 5π/4 എന്ന് വെച്ചാൽ ടാൻ 5π/4 ചെയ്താലും ഉത്തരം 1 എന്ന് തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ എക്സ് π/4 ആവാം അല്ലെങ്കിൽ 5π/4 ആവാമെന്ന് കിട്ടി. ഇനി ഈ 2 വാല്യൂസ് വെച്ച് നമ്മൾ നമ്മുടെ ഡൊമൈനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to 2 പൈ ആണ്. അപ്പോൾ അതിനെ π/4ഉം 5π/4ഉം വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് 1, 2, 3 ഇൻ്റർവെല്ലുകളാക്കി ഇതിനെ മുറിക്കാം. ആദ്യത്തെ ഇൻ്റർവെല്ല് 0 to π/4. അപ്പോൾ അതിൽ നമ്മുടെ ചോദ്യത്തിൽ തന്നെ 0 പെടുന്ന തന്നേക്കണേ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തന്നിട്ടുണ്ട്. സോ 0യുടെ അവിടെ ക്ലോസ്ഡ് ഇൻ്റർവെല്ല് π/4 ആസ് യൂഷ്വൽ ഓപ്പൺ. അടുത്ത ഇൻ്റർവെല്ല് π/4 to 5π/4 അത് ഓപ്പൺ, രണ്ടും ഓപ്പൺ. എൻഡ് പോയിൻറ്റ്സിലെ മാത്രമേ നമുക്ക് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണെന്ന് ഡൗട്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ ക്ലോസ്ഡ് ഇടുക, ബാക്കിയുള്ളിടത്തൊക്കെ എപ്പോഴും ഓപ്പൺ. അടുത്തത് ഇത് ഇവിടെ 5π/4 to 2 പൈ. 2 പൈയുടെ അവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ക്ലോസ്ഡ് ആണ്. സോ 2 പൈ ക്ലോസ്ഡ്, 5π/4 ഓപ്പൺ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഡൊമൈനെ സ്പ്ലിറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലുള്ളൊരു വാല്യൂ എടുക്കുക, ഇതിൻ്റെ ഉള്ളിലുള്ളൊരു വാല്യൂ. ഇവിടെ 0 പെട്ടിട്ടുണ്ട്. സോ 0 എടുക്കുക. എക്സ് ഈക്വൽ ടു 0.
ദെൻ എഫ് ഡാഷ് സീറോ നോക്കുക. അപ്പോൾ എഫ് ഡാഷ് സീറോ എന്ന് പറയുമ്പോഴേ ഇവിടെ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ എഫ് ഡാഷ് സീറോ എന്ന് പറഞ്ഞാൽ കോസ് സീറോ മൈനസ് സൈൻ സീറോ. കോസ് സീറോ എന്ന് പറഞ്ഞാൽ 1 ആണ്, സൈൻ സീറോ 0 ആണ്. അപ്പോൾ എഫ് ഡാഷ് സീറോ ചെയ്യുമ്പോൾ നമുക്ക് 1 മൈനസ് 0, അതായത് 1 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് കിട്ടി. ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് കിട്ടി. ഇനി ഈ ഇൻ്റർവെല്ലിൽ എടുക്കുക. ഇവിടെ π/4 തൊട്ട് 5π/4 വരെ. π/4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി, ഇത് പറഞ്ഞാൽ 225 ഡിഗ്രി. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു വാല്യൂ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും എളുപ്പമുള്ള വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ π/2 എടുക്കുക, അല്ലെങ്കിൽ π എടുക്കുക. നമുക്ക് തൽക്കാലം π/2 90 ഡിഗ്രി എടുക്കാം. ഇപ്പോൾ x = π/2 ആണെങ്കിൽ എഫ് ഡാഷ് π/2 കാണുക. ഇപ്പോൾ ഇവിടെ എഫ് ഡാഷ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ എഫ് ഡാഷ് π/2 എന്ന് പറഞ്ഞാൽ കോസ് π/2 മൈനസ് സൈൻ π/2. കോസ് π/2 0 ആണ്, മൈനസ് സൈൻ π/2 1 ആണ്. അപ്പോൾ നമുക്ക് 0 മൈനസ് 1, അതായത് -1 എന്ന് കിട്ടി. അപ്പോൾ നെഗറ്റീവാണ്. സോ എഫ് ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഓൺ ദിസ് ഇൻ്റർവെൽ. ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെന്ന് കിട്ടി. ഇനി ഇതുപോലെ ഈ ഇൻ്റർവെല്ലിൽ എടുക്കുക. ഇപ്പോൾ ഇവിടെ 2π പെടുന്നതാണ് അർത്ഥം. 2πയുടെ അവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ അല്ലേ. അപ്പോൾ ഇതിൽ വേറെ പോയിന്റ് അന്വേഷിച്ച് പോകണ്ട, x = 2π കൊടുക്കുക. അപ്പോൾ എഫ് ഡാഷ് 2π ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് പറഞ്ഞാൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ എഫ് ഡാഷ് 2π എന്ന് പറഞ്ഞാൽ കോസ് 2π മൈനസ് സൈൻ 2π. കോസ് 2π 1 ആണ്, സൈൻ 2π 0 ആണ്. അപ്പോൾ ഇവിടെ 1 മൈനസ് 0, അതായത് 1 എന്ന് കിട്ടി. ദാറ്റ് ഈസ് പോസിറ്റീവ്. അതിൻ്റെ അർത്ഥം ഈ ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസ്. അപ്പോൾ 0 തൊട്ട് π/4 വരെയും 5π/4 തൊട്ട് 2π വരെയും ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അതേസമയം ഓപ്പൺ ഇൻ്റർവെൽ π/4 ടു 5π/4 മാത്രം ഇത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്.